പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 3-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ
നിനക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. മക്കളെ, പിന്നെ ഉണ്ടല്ലോ, നമ്മളെ ഒരു സ്ഥലത്ത് ഒരു ഏടാകൂടമൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു. ഇപ്പം നീ ഒരു കൂട്ടുകച്ചവടക്കാരൻ കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങി 50,000 രൂപ വെച്ചാൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചോടത്തിന് അഡ്വാൻസ് ചെയ്തപ്പോൾ തന്നെ പ്രശ്നങ്ങളായി. അപ്പം നീ എന്ത് ചെയ്യുന്നറിയാമോ? അയ്യോ, ഇതുപോലെ കുഴപ്പമുണ്ടാകുക മുടിവാണാ. പക്ഷേ ഇനി പറഞ്ഞൊരു കാര്യമുണ്ട്, 50,000 രൂപ പോയില്ലേ, 50,000 രൂപ പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയതങ്ങോട്ട് പൊട്ടെന്ന് വിചാരിക്കണം. കലഹം ഉണ്ടായി എന്ന് വിചാരിച്ച് അസ്വസ്ഥ ഉണ്ടായി. അപ്പം തന്നെ എന്താണ് വേറെ വഴി പിടിക്കാനാണ് ഈശോ പറയണത്. ഇപ്പം 50,000 പോയുള്ളൂ, ഇനി 50 ലക്ഷം പോകാതിരിക്കേണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ നക്കാപ്പിച്ച കാശ് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ബിസിനസ് വിട്ടേക്കണം. കാര്യം ബിസിനസ് എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് ആൾക്കാർ തമ്മിൽ. തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചാൽ അത് കല്ല് മൊത്തം കടിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് അങ്ങനെയല്ലേ? ആ ചെബുതി പുത്രന്മാരൊക്കെ ചെന്നപ്പോൾ എന്താണ് അവർ അവിടെ പ്രശ്നമായി. അപ്പോൾ ഇവരെന്താ പറയണത്? യാക്കോബും യോഹന്നാനും ആ വഴി തന്നെ പോകത്തുള്ളൂ, അവന്മാരുടെ നേരെ തീങ്ക് എന്തൊക്കെ വിട്ടാലും ശരി ഞങ്ങൾ ആ വഴി പോകുന്നതാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്താ രൂപയാണ് ഒക്കെ ഉള്ളത്, ആടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഇരിക്കും. കർത്താവ് എന്താ പറയണത്? മറ്റൊരു വഴിയെ പോയി, അത്രേ ഉള്ളൂ കാര്യം. വേറെ ഒരു കാര്യം ഫ്ലോപ്പാണെന്ന് കണ്ടാൽ അടുത്ത റൂട്ട് എടുത്തേക്കണം. ആ വചനം എടുത്തേ മക്കളെ, ലൂക്ക 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സമറിയായി പോയാലേ പ്രശ്നമുള്ളൂ. സമറിയായി പോയാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അവർ നമ്മളെ വടിവാൾ കൊണ്ട് നമ്മുടെ കൈ കാലും വെട്ടിയെടുക്കും. ഇവരാണെങ്കിൽ തീങ്കെന്ത് അങ്ങോട്ട് ഇടണം. ഇതൊന്നും ഒരു വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് ചെയ്ത് ആ സാധനം അങ്ങോട്ട് മാറ്റി, ആ വഴി അങ്ങോട്ട് മാറ്റി മറ്റൊരു വഴിയെ പോയി. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ നിങ്ങളൊരു മറ്റൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അർത്ഥമല്ല. ബ്ലോക്ക് മാറാനാണ് ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഒരു ബ്ലോക്ക് വന്നാണല്ല, നിങ്ങൾ ബ്ലോക്ക് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, വേറെ വഴി തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് നാളെ കാലം നിനക്ക് പുലിവാല് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് കർത്താവ്. അപ്പം നീ കർത്താവിനെ പോലെ വേറെ വഴി എടുത്തേക്കണം, അല്ലെങ്കിൽ ആ സമയം പോലെ വേറെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ വഴികളെന്ന് പറഞ്ഞതേ, ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം വേറെ വചനം എടുത്തേ, മത്തായി 2:12. ഹെരോദേസിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അപ്പോൾ ഒരു വഴിയെ ഉള്ളപ്പോൾ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, ഒരു വ്യക്തിയെ ഉള്ളപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതിപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകണം, ദൈവത്തിന് വേണ്ടി അല്ലാതെ ബാക്കി എല്ലാവരെയും ദൈവങ്ങളാക്കരുത്. അപ്പം നീ ഒരു ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയരുത്. അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അപ്പം നിൻ്റെ കർത്താവ് ദൈവം അവനാവും. അത് വിഗ്രഹാരാധനയില്ലേ? അപ്പം നീ അവിടെ അടിമയാണെന്നില്ലേ അർത്ഥം? വിഗ്രഹത്തിന് അടിമയായില്ലേ നീ? അപ്പം ദൈവത്തിന് വല്ല ബന്ധമുണ്ടോ എൻ്റെ ജീവിതത്തിൽ? എന്താ ബോധമില്ല ദൈവത്തിൻ്റെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കാണിക്കുന്ന എല്ലാവിധ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെ നാളെ പാമ്പ് പോലെ കഴുത്ത ചുറ്റാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ദൈവം എടുത്ത് കളയാൻ വേണ്ടി വന്നാലും എടുത്ത് കളയിപ്പിക്കുക. അവിടെ ഇരിക്കട്ടെ അത് ഞാൻ കഴുത്തോട്ട് കൊത്തുമ്പോഴായിരിക്കും അറിയണത്. പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് ബൈബിൾ പറയണത്. ബൈബിൾ എന്താ പറയണത്? ദൈവം മനുഷ്യനെ സരളഹൃദയമായിട്ട് സൃഷ്ടിച്ചു, സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. അതിനടുത്ത് സഭാപ്രസംഗം 7:29 നല്ല രസമുള്ള വചനമായിട്ടാ ഇത്. ദൈവം മനുഷ്യനെ സിമ്പിൾ ഹാർട്ട്, അതാണ് ലളിത ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഹിസ് ഓൺ ക്രിയേഷൻസ് എല്ലാം ഉണ്ടാക്കി വിട്ടത് നീ തന്നെ. വിഷയം കുളവാക്കിയത് നിങ്ങളാണെന്ന് തന്നെ ബൈബിൾ പറയണത്. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ദൈവം സരളഹൃദയമായിട്ട് സൃഷ്ടിച്ചു, ഈ വിഷയം കുളവാക്കിയത് നിങ്ങൾ തന്നെയാണെന്ന്. അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന്.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.